محمد أشرف المخلوقين وعلى آله وصحبه أجمعين أما بعد إرشاد العباد സബക്ക് 53 വറുവിയ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു അന്ന ഫീ ജഹന്നമ വാദിയ നരകത്തിൽ ഒരു ചെരുവുണ്ട് യുഖാലു ലഹു ലംലം ലംലം എന്നാണ് ചെരുവിൻ്റെ പേര് ഫീഹി ഹയ്യാത്തുൻ അതിൽ നിരവധി സർപ്പങ്ങളുണ്ട് കുല്ലു ഹയ്യത്തിൻ ഓരോ പാമ്പും യുസ്ഹിനു റഖബത്തൽ ബഈർ ഒരൊട്ടകത്തിൻ്റെ ശരീരത്തോളം ഭാരം വരുന്ന പാമ്പുകളാണ് തൂലുഹാ മസീറത്തു ഷഹർ അതിൻ്റെ ദൈർഘ്യം അതിൻ്റെ നീളം ഒരു മാസത്തെ വഴി ദൂരമാണ് അങ്ങനെ നീളവും വണ്ണവുമൊക്കെയുള്ള ഭീമാകാരമായ ആ പാമ്പുകൾ തൽസഉ താരിക സ്വല അത് താരിഖ് സ്വലാത്തിന് നിസ്കരിക്കാത്ത ആളെ അത് കൊത്തിക്കൊണ്ടിരിക്കും ഫയഗലി സുമ്മുഹ അതിൻ്റെ വിഷം തിളച്ച് മറയും ഫീ ജിസ്മിഹി ഇവൻ്റെ ശരീരത്തിൽ 70 സന 70 വർഷക്കാലം സുമ്മ യതഹറ ലഹ്മുഹു പിന്നീട് അവൻ്റെ മാംസങ്ങളെല്ലാം ഉതിർന്ന് വീണുപോകും. ഈ രീതിയിൽ ഭീമാകാരങ്ങളായ പാമ്പുകളെ കൊണ്ടുള്ള ശിക്ഷ നരകത്തിൽ ഇവനിക്ക് നൽകപ്പെടുന്നതാണെന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വറുവിയായിലൻ ഇനിയും നിവേദനം ചെയ്യപ്പെട്ടിരിക്കുന്നു ഇന്നംറഅതം മിൻ ബനി ഇസ്രായേൽ ബനു ഇസ്രായേലുള്ള ഒരു സ്ത്രീ മുമ്പ് ഇസ്രായേലി സമൂഹത്തിൽ നടന്ന സംഭവമാണ്. ജാഅത് ഇലാ മൂസ അലൈഹിസ്സലാം മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ അടുക്കലേക്ക് വരികയാണ് ഒരു സ്ത്രീ. ഫഖാലത്ത് വന്നുകൊണ്ട് അവൾ പറഞ്ഞു യാ നബി അല്ലാഹ് ഓ അള്ളാഹുവിൻ്റെ പ്രവാചക അതിനബുത്തു തമ്പൻ അലീമൻ ഞാൻ വലിയൊരു തെറ്റ് ചെയ്തു പോയി. അഖത്തുബുത്തു ഇലല്ലാഹ് ഞാൻ അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങിയിരിക്കുന്നു തൗബ ചെയ്തിരിക്കുന്നു. ഫദ്ഉല്ലാഹ നിങ്ങൾ അള്ളാഹുവിനോടൊന്ന് ദുആ ചെയ്യണേ അയ്യഗ്ഫിറ ലി ദംബി എൻ്റെ ദോഷം പൊറുക്കാൻ വേണ്ടി വയതൂബ അലയ്യ എനിക്ക് എൻ്റെ തൗബ സ്വീകരിക്കാൻ വേണ്ടി നിങ്ങളൊന്ന് ദുആ ചെയ്യണം. ഫഖാല ലഹ മൂസാ നബി അവളോട് ചോദിച്ചു ഒമാ ദംബുക്കി എന്താണ് നിന്റെ തെറ്റ്, എന്താണ് നീ ചെയ്ത ദോഷം? ഖാലത്ത് ആ സ്ത്രീ പറയുകയാണ് യാ നബി അല്ലാഹ് അള്ളാഹുവിൻ്റെ ദൂതരെ സനൈതു വവലത്തു വലദൻ വഖതൽതുഹു സനൈതു ഞാൻ വ്യഭിചരിച്ചു പോയി വവലത്തു വലദൻ അതിൽ എനിക്കൊരു കുട്ടി ജനിച്ചു ഞാൻ ഒരു കുട്ടിയെ പ്രസവിച്ചു വഖതൽതുഹു ഗത്യന്തരമില്ലാതെ ഞാൻ ആ കുട്ടിയെ കൊല്ലുകയും ചെയ്തു. ഫഖാല മൂസ അലൈഹിസ്സലാം ഉടനെ പറഞ്ഞു ഉഖ്റുജി യാ ഫാജിറ തമ്മാടിച്ചി ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകൂ. തൻസില നാറും മിനസ് സമായി നീ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ആകാശത്ത് നിന്നുള്ള തീ ഇറങ്ങിപ്പോകും. അല്ലാ തൻസില നാറും മിനസ് സമാ ആകാശത്തിൽ നിന്നുള്ള അഗ്നിയുടെ ശിക്ഷ തീ ശിക്ഷ ഇറങ്ങാതിരിക്കാൻ വേണ്ടി ഉടനെ ഇവിടുന്ന് സ്ഥലം വിട്ടുകൊള്ളുക. ഫതുഹ്രിഖനാ ബിശുമിക തീ ഇറങ്ങിയിട്ട് നിന്റെ അപലക്ഷണം കൊണ്ട് നമ്മളെല്ലാം കരിച്ചു കളയും, അതുകൊണ്ട് വേഗം വിടണം പുറപ്പെട്ടു പോവുക എന്ന് മൂസാ നബി അലൈഹി സ്വലാം പ്രതികരിച്ചു. ഫഖറജത് ആ സ്ത്രീ അവിടുന്ന് പുറപ്പെട്ടു മിൻ ഇൻദിഹി മൂസാ നബിയുടെ അടുക്കലിൽ നിന്നും മുൻകസിറത്തൽ ഖൽബ് ഹൃദയം പൊട്ടിയതായ നിലയിൽ തപിക്കുന്ന ഹൃദയത്തോടെ വളരെ വേദനയോടുകൂടി അവിടെ നിന്ന് ഇറങ്ങി. ഫനസല ജിബ്രീൽ അലൈഹിസ്സലാം ആ സമയത്താണ് മലിക്കുൽ അംലാക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വരുന്നത്. വഖാല യാ മൂസാ നബിയുടെ അടുക്കലേക്ക് ജിബ്രീൽ വന്ന് പറഞ്ഞു മൂസാ നബിയെ അർറബ്ബു തആല യഖൂലു ലക് അല്ലാഹു തആല തങ്ങളോട് ചോദിക്കുന്നു ലിമറദത്ത തൈബത യാ മൂസ എന്തിനാണ് മൂസാ നബിയെ നിങ്ങൾ ഖേദിച്ച് മടങ്ങി തൗബയുമായി വന്ന ആ സ്ത്രീയെ നിങ്ങൾ തിരിച്ചയച്ചത്? അമാ വജത്ത ഷർറ മിൻഹ അതിനേക്കാൾ ഷർറായവരെ താങ്കൾ കണ്ടെത്തിയിട്ടില്ലേ? ഖാല മൂസാ നബി അലൈഹി സ്വലാം ചോദിച്ചു യാ ജിബ്രീൽ ഓ ജിബ്രീൽ വമൻ ഷർറു മിൻഹ അവളേക്കാൾ ഷർറായവരാരാണ്? ഖാല ജിബ്രീൽ പറഞ്ഞു കൊടുക്കുകയാണ് മൻ യത്റുകു സ്വലാത ആമിദൻ മുതഅമ്മിദൻ മനഃപൂർവം നിസ്കാരം ഉപേക്ഷിക്കുന്ന ആൾ ഇവളേക്കാളും ഷർറായവളാണ്. ഇവളേക്കാൾ ദുഷിച്ചവനാണ് നിസ്കാരം ഉപേക്ഷിക്കുന്ന ആള്
എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം മൂസാ നബി അലൈഹിസ്സലാമിനിക്ക് വഹി മുഖേന അറിയിച്ചു കൊടുക്കുകയാണ്. മാരകമായ, ഭീകരമായ, വലിയ കഠിനമായ ദോഷം ചെയ്ത, വ്യഭിചരിച്ചു, അതിലുള്ള കുട്ടിയെ കൊന്നുകളഞ്ഞു, അപ്പോൾ വ്യഭിചാരവും കൊലയും ഒക്കെ ചെയ്ത ആ സ്ത്രീയേക്കാളും വലിയ കഠിനമായ തെറ്റുകാരനാണ്, അതിനേക്കാൾ ഷർറായവനാണ് നിസ്കാരം മനഃപൂർവ്വം ഉപേക്ഷിക്കുന്നവർ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം അറിയിച്ചു കൊടുക്കുകയാണ്. ഇന്തഹ.